ചില ആളുകൾ പുറത്ത് സൈലൻ്റ് ആയിരിക്കും, ഡീപ്പ് ആയിട്ട് സംസാരിക്കും, നോർമൽ ക്രൗഡിൽ ഫുള്ളി മിക്സ് ആകില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന തോട്ട്സ് സാധാരണ ആളുകൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അതാണ് പൂരുരുട്ടായി നക്ഷത്രം. പൂരുരുട്ടായി നക്ഷത്രക്കാർക്ക് രണ്ട് സ്വഭാവം എപ്പോഴും ഉണ്ടാവും. ഒരു സൈഡ് ഭയങ്കര ഭക്തിയായിരിക്കും, സമാധാനവും വളരെ ഡീപ്പായിട്ടുള്ള ഒരു തിങ്കിങ് ഒക്കെ ഉണ്ടാവും. പക്ഷേ വേറൊരു സൈഡിലോ ദേഷ്യം, എക്സ്ട്രീം ഇമോഷൻസ്, സ്വയം ഇല്ലാതാക്കൽ, ഇതൊക്കെ പൂരുരുട്ടായി നക്ഷത്രക്കാർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് സാധാരണ ഒരു സംസാരം വളരെ ബോറിംഗ് ആയി തോന്നും. അതുകൊണ്ട് ഡീപ്പ് ടോപ്പിക്സാണ് ഇഷ്ടം. സൈക്കോളജി, മിസ്റ്ററി, ലൈഫിൻ്റെ മീനിങ്, ഡാർക്ക് ഇമോഷൻസ്, ഇവയിലൊക്കെ മൈൻഡ് നാച്ചുറലി പോകും. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? ഇമോഷണൽ ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. സന്തോഷം വന്നാൽ നന്നായിട്ട് ചിരിക്കും, സങ്കടം വന്നാൽ നന്നായി കരയും, ദേഷ്യപ്പെട്ടാൽ നന്നായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യും. ഒരു ദിവസം വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും, പക്ഷേ വേറൊരു ദിവസം വളരെ ഡൗൺ ആയിരിക്കും. ആളുകൾ നിങ്ങളെ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ മെൻ്റലി ഭയങ്കര ഹെവി ആയിരുന്നു. റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ, കരിയറിൽ ഫ്രസ്ട്രേഷൻ, ഒറ്റപ്പെടൽ, ഓവർ തിങ്കിങ്. പുറത്ത് കാമായിരുന്നെങ്കിലും ഉള്ളിൽ ഇമോഷണലി നല്ല ഇടിവട്ടായിരുന്നു. പക്ഷേ ഈ ജൂൺ മാസത്തിൽ ട്രാൻസ്ഫോർമേഷൻ മന്താണ്. കരിയറിലാണെങ്കിൽ ക്രിയേറ്റീവ് ഫീൽഡ്, ടീച്ചിങ്, സ്പിരിച്വൽ വർക്ക്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, റൈറ്റിംഗ്, ഇവയിൽ എന്തായാലും ഗ്രോത്ത് ചാൻസ് ഉണ്ട്. പക്ഷേ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ, അതായത് എപ്പോഴും വർക്ക് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും മിസ്സാവും. റിലേഷൻഷിപ്പ് സൈഡിൽ നല്ല ഇൻറ്റൻസാണ്, നല്ല ഡീപ്പ് അറ്റാച്ച്മെൻറ്റ് വരാം. പക്ഷേ ഇമോഷണലി ഇൻസ്റ്റെബിലിറ്റി, മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഉണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്ന് നല്ല ലാഭം വരും, എന്നാൽ പെട്ടെന്ന് പൈസ എല്ലാം പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജൂൺ മാസത്തിൽ ഒന്നും ചിലവാക്കാതിരിക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്. മെയിനായിട്ട് ജൂൺ 21 വരെ. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് ഒരു സൈഡ് നല്ല സമാധാനം വേണമെന്ന് തോന്നും, വേറൊരു സൈഡോ എനിക്കെല്ലാം തകർക്കണമെന്ന് തോന്നലും ഉണ്ടാവും. പുറത്ത് സൈലൻ്റാണ്, പക്ഷേ ഉള്ളിൽ ക്ഷമാപണവും ഉണ്ടാവും. ഇതാണ് പൂരുരുട്ടായി നക്ഷത്രം.